നമസ്കാരം, എൻ്റെ പേര് ടിനു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന വീഡിയോ പട്ടുപാവാട കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിനെ കുറിച്ചാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു തിയറി പാർട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ബ്ലൗസിൻ്റെ പാർട്ടാണ്, അതുപോലെ തന്നെ ഇത് സ്കേർട്ടിൻ്റെ പാർട്ടാണ്. ആദ്യം നമുക്ക് ബ്ലൗസ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഇതിപ്പോൾ ഞാനിവിടെ കുറേ അളവുകൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ 0-1 എന്ന് പറയുന്നത് ബ്ലൗസ് ഇറക്കം പ്ലസ് 1.5 ഇഞ്ചാണ്. ഗ്രാഫിൽ 0-1 എന്ന് പറയുന്ന പോർഷൻ ബ്ലൗസ് ഇറക്കമാണ്. അതിനെ കൂടി നമ്മൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയെടുക്കുന്നു. നെക്സ്റ്റ് 0-2 അത് ഷോൾഡറിൻ്റെ പകുതി ആയിട്ട് നമ്മൾ എടുക്കുന്നു. 2-3 എന്ന് പറയുന്നത് കൈക്കുഴിയാണ് എന്ന് പറഞ്ഞ പോലെ 4-5 എന്ന് പറയുന്നത് ചെസ്റ്റിൻ്റെ പകുതി ഭാഗം പ്ലസ് 2 ഇഞ്ച്. പിന്നെ 0-6 എന്ന് പറയുന്നത് ഷേപ്പ് ഇറക്കമാണ്. 6-7 എന്ന് പറയുന്നത് ഷേപ്പ് 1 അതിൻ്റെ പകുതിനെ കൂടി നമ്മൾ 2 ഇഞ്ച് കൂട്ടിയെടുക്കുന്നു. പിന്നെ 0-8 എന്ന് പറയുന്നത് സ്ലിറ്റ് ഇറക്കമാണ്. അതിനെ കൂടി നമ്മൾ 2 ഇഞ്ച് കൂട്ടിയെടുക്കുന്നു. സ്ലിറ്റ് ഇറക്കത്തിനെ കൂടി നമ്മൾ കൂട്ടുന്നില്ല. സ്ലിറ്റ് വണ്ണത്തിനെ കൂടിയാണ് നമ്മൾ 2 ഇഞ്ച് തുണിയിൽ കൂട്ടിയെടുക്കുന്നത്. പിന്നെ 110 എന്ന് പറയുന്നത് അടിവണ്ണത്തിൻ്റെ പകുതി, അതിനെ കൂടി നമ്മൾ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയെടുക്കുന്നു. പിന്നെ 0A എന്ന് പറയുന്നത് കഴുത്ത് അകലമാണ്. 0B എന്ന് പറയുന്നത് ബാക്ക് കഴുത്തിരിവ്. 0C ഫ്രണ്ട് കഴുത്തിരിവ്. A2 എന്ന് പറയുന്നത് ഷോൾഡറിൻ്റെ വീതിയാണ്. ഞാനിവിടെ ഒരു XY എന്ന ഒരു കോളത്തിൽ ഡക്സ് എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. നമ്മൾ സാധാരണ പട്ടുപാവാടയിൽ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് 2 സൈഡിലും ഡക്സ് അടിച്ചു കൊടുക്കും. നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് സ്കേർട്ടിൻ്റെ പാർട്ടാണ്. ഇതെന്ന് പറയുന്നത് അരപ്പട്ടയാണ്. നമ്മൾ പാവാടയിൽ ഒരു അരപ്പട്ട എന്ന് പറയുന്നത് വെച്ച് കൊടുക്കും. അതൊരു ഭംഗിക്കായിട്ടാണ് അങ്ങനെ നമ്മൾ ഇത്തിരി വീതിക്ക് അരപ്പട്ട വെച്ച് കൊടുക്കുന്നത്. ഇത് ചുരുക്കുകളാണ്. ഞാനിവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചിരിക്കുന്നത് ചുരുക്കുകളാണ്. ചുരുക്കിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വളരെ വീതിക്ക് വേണം പട്ടുപാവാടയിൽ ചുരുക്കിട്ട് കൊടുക്കാൻ. ചെറിയ ചുരുക്കാണെങ്കിൽ അതിന് കാണാൻ ഭംഗി ഉണ്ടാവില്ല. നല്ല വീതിക്ക് വേണം ചുരുക്കിട്ട് കൊടുക്കാൻ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് തുണിയും കുറച്ച് കൂടുതൽ വേണ്ടി വരും. എന്നാൽ മാത്രമേ പട്ടുപാവാട കാണാൻ ഭംഗി ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇതിലിപ്പോൾ ഗ്രാഫ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. 0-1 എന്ന് പറയുന്നത് സ്കേർട്ട് ഇറക്കം, അതായത് മൊത്തത്തിലുള്ള സ്കേർട്ട് ഇറക്കമാണ്. 0-3 എന്ന് പറയുന്നത് അരപ്പട്ടയുടെ ഇറക്കമാണ്. 3-1 എന്ന് പറയുന്നത് നമ്മൾ ഈ മൊത്തം ഇറക്കത്തിൽ നിന്ന് അരപ്പട്ട മൈനസ് ചെയ്യുമ്പോഴുള്ള ബാക്കി ഇറക്കമാണ് ഈ 3-1 ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. അതിന് കൂടി നമ്മൾ 1.5 ഇഞ്ച്, 1 ഇഞ്ച് അടിയിൽ അടിച്ചു പോകാനും 1/2 ഇഞ്ച് ഈ അരപ്പട്ട ഇതിനെ കൂടി ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ 1/2 ഇഞ്ച് കൂട്ടിയെടുക്കുന്നു. പിന്നെ 0-2 എന്ന് പറയുന്നത് സ്കേർട്ടിൻ്റെ വീതിയാണ്, അതായത് ചുരുക്കളിടാൻ വേണ്ടിയിട്ടുള്ള തുണിയുടെ വീതിയാണ് 0-2 എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ ഇതാണ് ഗ്രാഫ് എക്സ്പ്ലെയിൻ. ഇനി ഞാനിവിടെ ഒരു പട്ടുപാവാട എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് അളവുകളൊക്കെ എഴുതി ഇങ്ങോട്ടേക്ക് എഴുതി വെക്കാം. ഇതിപ്പോൾ ഒരു 4 വയസ്സായ ഒരു കുട്ടിയുടെ പട്ടുപാവാടയുടെ അളവാണ് ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത്. ഇത് പട്ടുപാവാട തയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തുണിയാണ്. ഞാനിവിടെ ഇപ്പോൾ നിങ്ങൾക്ക് പട്ടുപാവാട കാണിച്ചു തരുന്നത് ഒരു പട്ട് സാരി ഉപയോഗിച്ചിട്ടാണ്. ഇത് പട്ട് സാരിയുടെ മുന്താണി പീസാണ്. അത് 1 മീറ്ററാണ് വേണ്ടത്. ഏകദേശം ഇതൊരു 1 മീറ്ററോളം തുണിയുണ്ട്. ഇതിൻ്റെ മുന്താണി ആയതുകൊണ്ടാണ് ഡിഫറെൻറ്റ് കളറ്. മുന്താണിക്ക് ഓറഞ്ച് കളറും സാരിയുടെ ബാക്കി ഭാഗം പച്ച കളറുമാണ്. അപ്പോൾ ഈ മുന്താണി കൊണ്ട് ഞാൻ ബ്ലൗസും പാവാട ഈ ബാക്കി തുണി കൊണ്ടും തയ്ക്കുകയാണ്. ഇത് 1 മീറ്റർ. സ്കേർട്ട് തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2.5 മീറ്റർ തുണിയാണ് എടുത്തിരിക്കുന്നത്. കുറച്ചധികം ചുരുക്കുകൾ വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പട്ടുപാവാട എന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ സ്കേർട്ടിൻ്റെ ഭാഗം 2.5 മീറ്റർ, ബ്ലൗസിൻ്റെ ഭാഗം 1 മീറ്റർ, അതുപോലെ ബ്ലൗസ് തയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ലൈനിങ് തുണി 1 മീറ്റർ. അപ്പോൾ നേരെ നമുക്ക് പട്ടുപാവാടയുടെ അളവെല്ലാം മെഷർ ചെയ്യാം. ആദ്യം തന്നെ ബ്ലൗസിൻ്റെ അളവാണ് ഞാൻ എടുക്കുന്നത്. നമ്മൾ ബ്ലൗസ് തയ്ക്കുമ്പോൾ എപ്പോഴും പുറകിലാണ് ഉക്സ് വെച്ച് തയ്ക്കുന്നത്. ഇത് ബാക്ക് ഭാഗമാണ്, ഇവിടെയാണ് ഉക്സ് വരുന്നത്. ഇത് ഫ്രണ്ട് ഭാഗം. അപ്പോൾ ആദ്യമേ തന്നെ ഞാനിതിൻ്റെ ഇറക്കം എടുക്കുകയാണ്. അതായത് ഗ്രാഫിൽ 0-1 എന്ന് പറയുന്നത് ബ്ലൗസ് ഇറക്കം ആണ് ഞാനിപ്പോൾ ആദ്യമേ എടുക്കുന്നത്. ഇതാണ് 0, ഇതാണ് 1. അപ്പോൾ അത് ഞാൻ ആദ്യമേ മെഷർ ചെയ്യുകയാണ്. 15.5 ഇഞ്ചാണ് ഈ ബ്ലൗസിൻ്റെ ഇറക്കം. ഇനി നെക്സ്റ്റ് 0-2, അതായത് ഷോൾഡറാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ബ്ലൗസ് നന്നായിട്ട് വിടർത്തിയിടാം.
10 ഇഞ്ചാണ് ഇതിൻ്റെ ഷോൾഡർ. ഇനി കൈക്കുഴി എന്ന് പറയുന്ന ഭാഗം ഇതാണ് കൈക്കുഴി. ഈ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഭാഗമാണ് കൈക്കുഴി. 5 ഇഞ്ചാണ് ഇതിൻ്റെ കൈക്കുഴി. ഇനി നമ്മൾ 4-5 അതായത് ചെസ്റ്റ് അളക്കുകയാണ്. ചെസ്റ്റ് അളക്കുമ്പോൾ ഈ ഭാഗം മുതൽ ഈ സ്റ്റിച്ചിങ് വരെയുള്ള ഭാഗമാണ് ചെസ്റ്റ്. അതായത് 11 ഇഞ്ചാണ് ചെസ്റ്റിൻ്റെ അളവ്. ഇനി നമ്മളിതിൻ്റെ ഷേപ്പ് ഇറക്കം ഏകദേശം ഇതിൻ്റെ മധ്യത്തിലായിട്ട് വരും ഷേപ്പ് ഇറക്കം. നമുക്ക് ഇവിടെ ഇതിൻ്റെ മധ്യത്തിലായിട്ടാണ് ഷേപ്പ് ഇറക്കം വരുന്നത്. അപ്പോൾ ബ്ലൗസിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് ഇതിൻ്റെ മധ്യം, അപ്പോൾ ഒരു 8 ഇഞ്ചിൽ ഇതിൻ്റെ ഷേപ്പ് ഞാൻ എടുക്കുകയാണ്. അതുപോലെ തന്നെ അതിൻ്റെ വണ്ണവും ഷേപ്പ് വണ്ണം 10 ഇഞ്ചാണ്. അപ്പോൾ ഷേപ്പ് ഇറക്കം 8 ഇഞ്ചും വണ്ണം 10 ഇഞ്ചും. ഇനി സ്ലിറ്റ് ഇറക്കം, അതായത് ഇതാണ് ഇതിൻ്റെ സ്ലിറ്റ് ഇറക്കം. അതും പൊക്കത്തു നിന്ന് തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സ്ലിറ്റ് ഇറക്കം 13 ഇഞ്ചിലാണ് ഇതിൻ്റെ സ്ലിറ്റ് ഇറക്കം വരുന്നത്. ഈ സ്ലിറ്റ് വീതിയും നമുക്ക് എടുക്കാം. സ്ലിറ്റ് വീതി 12 ഇഞ്ചാണ് ഇതിൻ്റെ സ്ലിറ്റ് വീതി. സ്ലിറ്റ് വണ്ണം തന്നെയാണ് സ്ലിറ്റ് വീതി എന്ന് പറയുന്നത് 12 ഇഞ്ച്. ഇനി നമുക്ക് അവസാനം അടിവണ്ണം, അതായത് അടിവണ്ണം 110 എന്ന് പറയുന്ന പോർഷനാണിത്. ഗ്രാഫിൽ 110 എന്ന് പറയുന്ന പോർഷൻ ഇവിടെയാണ്. അത് നമ്മൾ എടുക്കുകയാണ്. 13 ഇഞ്ചാണ് ഇതിൻ്റെ അടിവണ്ണം. ഇനി എടുക്കേണ്ടത് ഇതിൻ്റെ കഴുത്തകലമാണ്. കഴുത്തകലം 5 ഇഞ്ചാണ് ഇതിൻ്റെ കഴുത്തകലം. അപ്പോൾ കഴുത്തകലം എടുക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ പകുതിയായിട്ടാണ് എടുക്കുന്നത്. നമ്മൾ തുണി മടക്കിയിട്ടിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ 5ൻ്റെ പകുതി 2.5 ആയിട്ട് വേണം കഴുത്തകലം എടുക്കാൻ. ഇനി ബാക്ക് കഴുത്തിരിവ് 2.5 ഇഞ്ചാണ് ബാക്ക് കഴുത്തിരിവ്. അതുപോലെ തന്നെ ഫ്രണ്ട് കഴുത്തിരിവ് ഏകദേശം 4 ഇഞ്ചോളം ഫ്രണ്ട് കഴുത്തിരിവ് വരും. ബാക്ക് 2.5, ഫ്രണ്ട് 4 ഇഞ്ച്. ഇനി ഷോൾഡർ വീതി എന്ന് പറയുന്നത് ഇതാണ് ഷോൾഡർ വീതി. 1.25 ഇഞ്ചാണ് ഷോൾഡർ വീതി. ഇപ്പോൾ ഈ ബ്ലൗസിൽ ഇത് റെഡിമെയ്ഡ് ബ്ലൗസാണ്. എൻ്റെ മോൾക്ക് ഞാൻ ഒരു റെഡിമെയ്ഡ് പട്ടുപാവാട എടുത്തത് അന്ന് എനിക്കിപ്പോൾ അളവ് കാണിച്ചു തന്നത്. ഇതിൽ ടക്സ് അവർ ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ ഞാൻ ഇന്ന് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്ന പട്ടുപാവാടയിൽ ടക്സ് എങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഇതിൽ ഡക്സിൻ്റെ അളവ് ഞാൻ എടുക്കുന്നില്ല. നമ്മൾ ഈ ഭാഗം മുതൽ ഇവിടം വരെയാണ് ഡക്സ് ഇട്ട് കൊടുക്കുന്നത്. ഫ്രണ്ടിലും അതുപോലെ തന്നെ ബാക്കിലും നമ്മൾ ഡക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ സ്കേർട്ടാണ് എടുക്കാൻ പോകുന്നത്. ആദ്യം തന്നെ സ്കേർട്ടിൻ്റെ ഇറക്കം എടുക്കാം. സീറോ 1 എന്ന് പറയുന്ന പോർഷനാണ് നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത്. ഇതാണ് 0, ഇതാണ് 1. 24 ഇഞ്ചാണ് ഈ സ്കേർട്ടിൻ്റെ മൊത്തം ഇറക്കം. അപ്പോൾ ഞാനതിൻ്റെ 24 ഇഞ്ചായിട്ട് എഴുതി. ഇനി അരപ്പട്ട ഇറക്കം. ഇതിലിപ്പോൾ അരപ്പട്ട 1.5 ഇഞ്ചാണ് അരപ്പട്ട. നമുക്കത് 2 ഇഞ്ചായിട്ട് എടുക്കണം. അരപ്പട്ട കുറച്ച് വീതിക്ക്, എപ്പോഴും കുറച്ച് വീതിക്ക് ഇരിക്കുന്നതായിരിക്കും പട്ടുപാവാട കാണാൻ ഭംഗി. അപ്പോൾ അരപ്പട്ട ഇറക്കം ഞാൻ 2 ഇഞ്ചായിട്ട് എടുത്തു. ഇനി ബാക്കിയുള്ള ഈ 3-1 എന്ന് പറയുന്ന ഭാഗം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ 24ൽ നിന്ന് 2 മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അപ്പോൾ 22 ഇഞ്ചാണ് 3-1 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്തു. ഇനി സ്കേർട്ടിൻ്റെ വീതി, ഇതിലിപ്പോൾ വീതി വളരെ കുറവാണ്. നിങ്ങൾക്കിപ്പോൾ ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും, വളരെ സ്കേർട്ടിൻ്റെ വീതി കുറവാണ്. നമ്മളപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. നമ്മൾ 2.5 മീറ്റർ തുണിയാണ് ഞാനിപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത്. അത് എത്രത്തോളം നമുക്ക് ചുരുക്കി കയറ്റാൻ പറ്റുമോ അത്രയും ഞാൻ ചുരുക്ക് അതിൽ കയറ്റുകയാണ്. ഇത് വളരെ ചെറിയ, റെഡിമെയ്ഡ് എപ്പോഴും നമ്മൾ വാങ്ങിക്കുമ്പോൾ ചുരുക്ക് ഒട്ടും ഉണ്ടാവില്ല. ആ പട്ടുപാവാട നമ്മളിപ്പോൾ നമ്മുടെ കുട്ടിക്ക് ഇടുകയാണെങ്കിൽ തന്നെ കാണാനായിട്ട് ഒരു ഭംഗി ഉണ്ടാവില്ല. കാര്യം അവർ വളരെ വളരെ ചെറിയ ചുരുക്കാണ് അവർ യൂസ് ചെയ്യുന്നത്. നമ്മൾ പട്ടുപാവാട തയ്ക്കുമ്പോൾ ഇങ്ങനെ മടക്കണ തുണി ഉള്ളിലേക്ക് കുറച്ചധികം ഇങ്ങനെ മടക്കി വെക്കണം. എന്നാൽ മാത്രമേ ഈ താഴേക്ക് ഈ നെറിവ് ഇങ്ങനെ താഴേക്ക് കിട്ടുകയുള്ളൂ. ഇങ്ങനെ ഓരോ നെറിവും ഇങ്ങനെ കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ കുറച്ചധികം തുണി ചുരുക്കിൽ നമ്മൾ ഇടുകയാണെങ്കിൽ മാത്രമേ നമുക്കിങ്ങനെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാൻ ഇതിൻ്റെ വീതി അളക്കുന്നില്ല.
എന്ന് പറയുന്ന ഭാഗമാണ് എടുക്കാൻ പോകുന്നത്. അതായത് സ്കേർട്ടിൻ്റെ വീതി ഇതാണ് 02, 12 ഇഞ്ചാണ് ഇതിൻ്റെ അരപ്പട്ടയുടെ സ്കേർട്ടിൻ്റെ വീതി, 12 ഇഞ്ച്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് പട്ടുപാവാട തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അളവുകൾ. ഇനി നമ്മൾ നേരെ ഇത് തുണിയിൽ കട്ട് ചെയ്യാം. അവിടെ ആദ്യമേ പറഞ്ഞായിരുന്നു ഞാൻ പട്ടുപാവാട തയ്ക്കാൻ വേണ്ടിയിട്ട് പട്ടുസാരിയാണ് ഉപയോഗിക്കുന്നതെന്ന്. അപ്പോൾ ഇതിൻ്റെ താഴെ കസവുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഈ കസവ് വെട്ടി മാറ്റുകയാണ്. കാര്യം ഈ സാരിയിൽ ഇപ്പോൾ ഈ കസവ് വന്നിരിക്കുന്നത് സ്ട്രെയിറ്റ് ആയിട്ടല്ല, ഇവിടെ ഇങ്ങനെ ചുളുങ്ങിയാണ് ഈ കസവ് വന്നിരിക്കുന്നത്. അപ്പോൾ പട്ടുപാവാട തയ്ച്ചു കഴിയുമ്പോൾ അതൊരു അഭംഗിയായിരിക്കും. നിങ്ങൾ പുറത്തുനിന്ന് തുണിയാണ് വാങ്ങിക്കുന്നതിൽ ഇതൊരിക്കലും കട്ട് ചെയ്ത് കളയരുത്. അതേ കൂടി തന്നെ ഇറക്കം എല്ലാം എടുത്ത് കട്ട് ചെയ്യുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ബ്ലൗസ് ഇറക്കത്തിന് കൂടി 1.5 ഇഞ്ച് കൂട്ടരുത്, 1 ഇഞ്ച് 1/2 ഇഞ്ച് മാത്രം കൂട്ടിയാൽ മതി. കാരണം നമുക്ക് അടിയിൽ സെപ്പറേറ്റ് നമ്മൾ അടിക്കുന്നില്ല. ഇതിപ്പോൾ ഞാൻ ഈ കസവ് ഭാഗം കട്ട് ചെയ്ത് പോകുന്നതുകൊണ്ട് എനിക്ക് അടി മടക്കി തയ്ക്കേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ ഷോൾഡർ കൂട്ടാനും എനിക്ക് 1/2 ഇഞ്ച് വേണം. അതുകൊണ്ടാണ് ഞാനിവിടെ 1.5 ഇഞ്ചെന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ ഇതേപോലത്തെ തുണിയാണ് വാങ്ങിക്കുന്നതെങ്കിൽ അടിയിൽ കസവ് ഭാഗം ഉണ്ടാവും. അതൊരിക്കലും കട്ട് ചെയ്ത് മാറ്റുകയോ പിന്നെ ഇറക്കം അതുപോലെ തന്നെ 1.5 ഇഞ്ച് കൂട്ടുകയും ചെയ്യരുത്. 1/2 ഇഞ്ച് മതി. ബ്ലൗസ് ഇറക്കത്തിന് കൂടി 1/2 ഇഞ്ച് കൂട്ടിയാൽ മതി. അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇതിൻ്റെ കസവ് ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വശം, ഇതാണ് ബാക്ക് വശം. തുണി ആദ്യമേ ഇങ്ങനെ മടക്കി എന്നിട്ട് ഇത് തിരിച്ച് ഇങ്ങോട്ടേക്ക് മടക്കുകയാണ്. കസവ് ഫ്രണ്ടിൽ വരത്തക്ക വണ്ണം തുണി അഡ്ജസ്റ്റ് ചെയ്ത് ഇടുകയാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ തുണി മടക്കേണ്ടത്. ഇനി നമുക്കിതിൻ്റെ അളവുകളൊക്കെ ഇതിൽ അടയാളപ്പെടുത്താം. ഇപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് 01 ബ്ലൗസ് ഇറക്കം പ്ലസ് 1.5 ഇഞ്ച്. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്. ഇതിപ്പോൾ എനിക്ക് അടിഭാഗം അടിച്ചു പോകണം. അതുപോലെ തന്നെ ഷോൾഡറിൻ്റെ ഭാഗം കൂട്ടാനും 1/2 ഇഞ്ച് വേണം. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ കൂടെ 1.5 ഇഞ്ച് എടുത്തത്. നിങ്ങൾ വാങ്ങിക്കുന്ന തുണിയിൽ ഇവിടെ കസവ് ഭാഗം ഉണ്ടെങ്കിൽ ഇതിന് ബ്ലൗസ് ഇറക്കത്തിന് കൂടി 1/2 ഇഞ്ച് കൂട്ടിയാൽ മതി. കാരണം നമുക്ക് അടിഭാഗം മടക്കി തയ്ക്കേണ്ട ആവശ്യമില്ല. ഷോൾഡർ കൂട്ടാൻ വേണ്ടി മാത്രം 1/2 ഇഞ്ച് മതി. അപ്പോൾ ഞാൻ ഇതിനെ കൂടി 1.5 ഇഞ്ച് കൂട്ടിയെടുക്കുകയാണ്. അപ്പോൾ 15.5 ഇഞ്ചാണ് ബ്ലൗസിൻ്റെ ഇറക്കം. അതിനെ കൂടി 1.5 ഇഞ്ച് കൂട്ടിയെടുക്കുകയാണ്. 17 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്യാണ്. അപ്പോൾ 01 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇതാണ് 0, ഇത് 1 എന്ന് പറയുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ ആദ്യമേ അളന്നത്. ബ്ലൗസ് ഇറക്കം പ്ലസ് 1.5 ഇഞ്ച്, 15.5 ഇഞ്ചായിരുന്നു എൻ്റെ ബ്ലൗസിൻ്റെ ഇറക്കം. അതിനെ കൂടി 1.5 ഇഞ്ച് കൂട്ടി 17 ഇഞ്ചിൽ ഞാനിവിടെ അടയാളപ്പെടുത്തി. ഇനി നെക്സ്റ്റ് 02, അതായത് ഷോൾഡറിൻ്റെ പകുതി. ഷോൾഡർ 10 അപ്പോൾ അതിൻ്റെ പകുതി 5 ഇഞ്ച്, അതും ഇവിടെ അടയാളപ്പെടുത്തി. അപ്പോൾ 02 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, 02 കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് 23 കൈക്കുഴിയും 5 ഇഞ്ചാണ് കൈക്കുഴി, അതും ഇവിടെ അടയാളപ്പെടുത്തി. അപ്പോൾ 3യും നമുക്ക് കിട്ടി, 23 എന്ന് പറയുന്ന ഭാഗവും കിട്ടി. ഇനി നമ്മൾ 4-5 ആണ് അടയാളപ്പെടുത്താൻ പോകുന്നത്. അതായത് ചെസ്റ്റിൻ്റെ പകുതി പ്ലസ് 2.5 ഇഞ്ച്. ചെസ്റ്റ് 11 ഇഞ്ചാണ്, അതിൻ്റെ പകുതി 5.5 ഇഞ്ചിനെ കൂടി 2.5 ഇഞ്ച് കൂട്ടിയെടുക്കുമ്പോൾ 5.5 പ്ലസ് 2 7.5 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് 4ഉം 5ഉം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. 5.5 കൂടി 2 ഇഞ്ച് കൂട്ടി 7.5 ഇഞ്ചിൽ അതും ഞാൻ മാർക്ക് ചെയ്തു. ഇനി നെക്സ്റ്റ് 06, അതായത് ഷേപ്പ് ഇറക്കം 8 ഇഞ്ചിലാണ് ഷേപ്പ് ഇറക്കം, 8 ഇഞ്ച് അടയാളപ്പെടുത്തി. ഇനി ഷേപ്പ് വണ്ണം 10 ഇഞ്ചാണ്. നമ്മൾ അതിന് കൂടി 2 ഇഞ്ച് കൂട്ടിയെടുക്കുന്നു. ഷേപ്പ് വണ്ണത്തിൻ്റെ പകുതി, അപ്പോൾ 10ൻ്റെ പകുതി 5, അതിന് കൂടി നമ്മൾ 2 ഇഞ്ച് കൂട്ടി 7 ഇഞ്ച്, അതും ഇവിടെ അടയാളപ്പെടുത്തി 7 ഇഞ്ച്. ഇനി നെക്സ്റ്റ്, അപ്പോൾ ഇതാണ് 06 എന്ന് പറയുന്ന ഭാഗമാണിത്. ഇത് 6-7, അതായത് ഷേപ്പ് വണ്ണത്തിൻ്റെ പകുതി പ്ലസ് 2 ഇഞ്ച്. ഷേപ്പ് വണ്ണം ടോട്ടൽ 10 ഇഞ്ചാണ്, അതിൻ്റെ പകുതി 5 പ്ലസ് 2 7 ഇഞ്ചിൽ നമ്മൾ അതും 6-7 കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ്
നമ്മളിപ്പോൾ സ്ലിറ്റ് എടുക്കുന്നില്ല. സ്ലിറ്റ് ബ്ലൗസ് എല്ലാം തയ്ച്ചു കഴിഞ്ഞാൽ അവസാനമാണ് നമ്മൾ സ്ലിറ്റ് ഇറക്കവും അതുപോലെ തന്നെ സ്ലിറ്റ് വണ്ണവും നമ്മൾ അങ്ങനെയാണ് എടുക്കുന്നത്. നമ്മൾ നേരെ 110ലേക്ക് പോവുകയാണ്. അതായത് അടിവണ്ണത്തിൻ്റെ പകുതി പ്ലസ് 2 ഇഞ്ച്. അടിവണ്ണം 13 ഇഞ്ചാണ്, അതിൻ്റെ പകുതി 6.5 പ്ലസ് 2 7 ഇഞ്ച്. അത് നമ്മളെടുത്തു. നമ്മളിത് വരക്കുകയാണ്. അപ്പോൾ ഇതാണ് 110. ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. 01 എന്ന് പറയുന്നത് ബ്ലൗസ് ഇറക്കമാണ്, അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി 02 ഷോൾഡർ നമ്മൾ അളന്നു, 23 കൈക്കുഴി അളന്നു, 45 ചെസ്റ്റ് അളന്ന് അത് അടയാളപ്പെടുത്തി. 06 ഷേപ്പ് ഇറക്കം അളന്നു, അത് 67 ഷേപ്പ് വണ്ണം അളന്നു, പിന്നെ 110 അടിവണ്ണം. നമ്മൾ ഇതിൻ്റെ ഇടക്ക് 08ഉം 89ഉം നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. അതായത് സ്ലിറ്റ് ഇറക്കവും സ്ലിറ്റ് വണ്ണവുമാണ്, അതിപ്പോൾ നമ്മൾ എടുക്കുന്നില്ല. നമുക്ക് നേരെ ഇത് കട്ട് ചെയ്യാം. കൈക്കുഴി എപ്പോഴും വരക്കുമ്പോൾ നല്ല കുഴിച്ച് വേണം വരക്കാൻ, അല്ലെങ്കിൽ ബ്ലൗസിൽ കുടുക്കം വരും. നല്ല കുഴിച്ച് വേണം കൈക്കുഴി വെട്ടാൻ. നമ്മൾ ബ്ലൗസിൻ്റെ ഫ്രണ്ട് പാർട്ടും അതുപോലെ തന്നെ ബാക്ക് പാർട്ടും വെട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ലൈനിങ് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ബ്ലൗസ് തയ്ക്കുമ്പോൾ ലൈനിങ് ഇട്ട് വേണം ബ്ലൗസ് തയ്ക്കാൻ. പാവാട തയ്ക്കുമ്പോൾ അതിന് ലൈനിങ് ഇട്ടില്ലെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ ബ്ലൗസ് തയ്ക്കുമ്പോൾ എപ്പോഴും ലൈനിങ് ഇടണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കസവ് ഭാഗം കുട്ടികളുടെ എല്ലാ സ്ഥലത്തും കുത്തിക്കൊള്ളും, അപ്പോൾ അവർക്ക് ചൊറിച്ചിലുണ്ടാവും. അപ്പോൾ നമുക്ക് ലൈനിങ് ഇട്ട് വേണം ബ്ലൗസ്, പ്രത്യേകിച്ച് ബ്ലൗസ് തയ്ക്കുമ്പോൾ. പാവാടക്ക് ലൈനിങ് ഇട്ടിലും കുഴപ്പമില്ല, താഴെ ലോങ് പെറ്റിക്കോട്ട് ഇട്ടാലും മതി. ലൈനിങ് മടക്കി കാണിക്കുകയാണ്. അതിനെ അങ്ങോട്ട് മടക്കി എന്നിട്ട് സ്റ്റിച്ചിങ്ങോട് എടുത്തു. നമുക്കൊരു ബ്ലൗസിൻ്റെ ഭാഗം വെച്ച് വെട്ടിയാൽ മതി. ബ്ലൗസിൻ്റെ 2 ലൈനിങ്ങും വെട്ടിയെടുത്തു. ഇനി നമുക്കിതിൻ്റെ കഴുത്ത് ആദ്യമേ നമുക്ക് ഫ്രണ്ട് കഴുത്ത് വെട്ടാം. നമുക്കിതിൻ്റെ കഴുത്തകലം, അതായത് 0A കഴുത്തകലം 5 ഇഞ്ചാണ്, അതിൻ്റെ പകുതി ഒരു 2.5 ഇഞ്ച് കഴുത്തകലം. 2 ഇഞ്ച് കഴുത്തകലം എടുത്തു. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട് കഴുത്തിരിവ് 4 ഇഞ്ചാണ്. ഇവിടെ നമുക്ക് ഇപ്പോൾ ഈ പട്ടുപാവാടയിൽ ഇങ്ങനത്തെ ഒരു കഴുത്ത് യൂസ് ചെയ്യാം. ഇതിൻ്റെ കഴുത്താണ് ഇന്നിപ്പോൾ പട്ടുപാവാടയിൽ ഞാൻ കാണിച്ചു തരുന്നത്. ഇനി നമുക്ക് ബാക്ക് കഴുത്ത് വെട്ടാം. ഇതുപോലെ തന്നെ കഴുത്തകലം 2.5 ഇഞ്ച്, ബാക്ക് കഴുത്തിരിവ് 2.5 ഇഞ്ച് തന്നെ.
ബാക്കിൽ നമുക്ക് യു വെട്ടിക്കൊടുക്കാം. ബാക്കിലെ കഴുത്തും വെട്ടിയെടുത്തു. നമ്മൾ കഴുത്തടിച്ചതിന് ശേഷമാണ് ബാക്കിൽ ഉക്സ് വെക്കാനായിട്ട് കട്ട് ചെയ്യുന്നത് ആണ്. ഇനി അടുത്തത് കാണിക്കാൻ പോകുന്നത്, ഞാനിപ്പോൾ ഇവിടെ പഫ് കൈയാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ തിയറി പാർട്ടാണ് ഞാനിവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലിപ്പോൾ 01 എന്ന് പറയുന്നത് കൈ ഇറക്കം പ്ലസ് നമ്മളതിനെ കൂടി 1 ഇഞ്ച് കൂട്ടിയെടുക്കുന്നു. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്ന തുണിയിൽ കസവ് താഴെ കസവുള്ള ഭാഗത്താണ് നിങ്ങൾ ഇതിനെ കൂടി 1/2 ഇഞ്ച് കൂട്ടിയെടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ കസവുള്ളതല്ല ഉപയോഗിക്കുന്നത്. അപ്പോൾ താഴെ അടിച്ചു പോകാൻ വേണ്ടിയിട്ട് 1/2 ഇഞ്ച്, അതുപോലെ തന്നെ കൈ ജോയിൻ ചെയ്യാൻ വേണ്ടി 1/2 ഇഞ്ച്. അപ്പോൾ ഞാനിവിടെ 1 ഇഞ്ച് കൂട്ടിയെടുത്തിരിക്കുകയാണ്. പക്ഷേ താഴെ കസവുള്ള ഭാഗമാണെങ്കിൽ നിങ്ങൾ അതിനെ കൂടി 1/2 ഇഞ്ച് കൂട്ടിയെടുത്താൽ മതി. ഇനി 02 എന്ന് പറയുന്നത് കൈവണ്ണം, അത് മുകൾ ഭാഗത്തെ കൈവണ്ണമാണ്. നമ്മൾ ഇവിടെയാണ് ചുരുക്കുകൾ ഇടുന്നത്. അപ്പോൾ ഇച്ചിരി കൂടുതൽ തുണി ഇതിൽ എടുക്കണം. പിന്നെ 13 എന്ന് പറയുന്നത് കൈവണ്ണം തന്നെ, താഴ്ഭാഗത്തെ കൈവണ്ണം. അതുപോലെ 23 എന്ന് പറയുന്നത് കൈക്കുഴിയാണ്. നമ്മളിപ്പോൾ ഈ ബ്ലൗസിൽ നിന്ന് അളവ് അളക്കുകയാണ്. ഈ ബ്ലൗസ് സാധാരണ കൈയാണ്. അപ്പോൾ ഇതിൻ്റെ ആദ്യം നമുക്ക് ഇതിൻ്റെ ഇറക്കം കൊടുക്കാം. 2.5 ഇഞ്ചാണ് ഇതിൻ്റെ കൈയിറക്കം. പിന്നെ 02 അതായത് മുകൾ ഭാഗത്തെ കൈവണ്ണം 5 ഇഞ്ചാണ് ഇതിൻ്റെ മുകൾ ഭാഗത്തെ കൈവണ്ണം. പക്ഷെ നമ്മൾ പഫ് വെക്കുന്നത് കൊണ്ട് ഇതിനെ കൂടി നമ്മൾക്കൊരു 3 ഇഞ്ച് കൂട്ടി 8 ഇഞ്ച് എഴുതാം. താഴത്തെ കൈവണ്ണം 3.5 ഇഞ്ചാണ് താഴ്ഭാഗത്തെ കൈവണ്ണം. ഇനി കൈക്കുഴി 1 ഇഞ്ച് മതി കൈക്കുഴി. ചെറിയ കുട്ടികളാകുമ്പോൾ നമുക്ക് അധികം കൈക്കുഴിയൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഏകദേശം നമുക്ക് 1 ഇഞ്ച് മതി കൈക്കുഴി. നമുക്ക് പ്രവേശിക്കാം. നമ്മൾ ആദ്യമേ തന്നെ തുണി ഇങ്ങോട്ടേക്ക് മടക്കി ഇടാം. എന്നിട്ട് ഇതിൻ്റെ ഇറക്കം, അതായത് 01 എന്ന് പറയുന്ന ഭാഗം നമുക്ക് ആദ്യമേ നോക്കാം. 2.5 ഇഞ്ചാണ്. നമ്മൾ അതിനെ കൂടെ 1 ഇഞ്ച് കൂട്ടി 3.5 ഇഞ്ചിൽ നമുക്കിത് മാർക്ക് ചെയ്യാം. 3.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തു. ഇനി നെക്സ്റ്റ് 02 അതായത് കൈവണ്ണം മുകൾ ഭാഗത്തെ. നമ്മുടെ ബ്ലൗസിൽ ഇത് 5 ഇഞ്ചായിരുന്നു, നമ്മളതിവിടെ 8 ഇഞ്ചായിട്ട് എടുത്തു. കാര്യം പഫ് കൈയാകുമ്പോൾ ചുരുക്കുകൾ കുറച്ച് വെക്കേണ്ടി വരും. അപ്പോൾ നമ്മളത് 8 ഇഞ്ചായിട്ട് എടുത്തു. ആ 8 ഇഞ്ചിനെ കൂടി നമുക്ക് 2 ഇഞ്ച് കൂട്ടി 10 ഇഞ്ചിൽ വരക്കാം. പിന്നെ ഇനി അടുത്തത് 13 അതായത് കൈവണ്ണം താഴ്ഭാഗം 3.5 ഇഞ്ചാണ്. അതിനെ കൂടി 2 ഇഞ്ചും കൂടി കൂട്ടി 5.5 ഇഞ്ചിൽ. ഇനി നമ്മൾ കൈക്കുഴിയാണ്. കൈക്കുഴി 1 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് താഴെ നിന്ന് തന്നെ 1.5 ഇഞ്ചിൽ കൈക്കുഴി കട്ട് ചെയ്യാം. താഴെ നിന്നാണ് 1.5 ഇഞ്ച്. നമ്മൾ 1/2 ഇഞ്ച് താഴത്ത് അടിച്ചു പോകാൻ വേണ്ടി വേണം. അപ്പോൾ താഴെ നിന്ന് ആ 1/2 ഇഞ്ച് വിട്ടിട്ട് 1.5 ഇഞ്ചിൽ നമ്മളിത് കട്ട് ചെയ്തെടുക്കാം. 1/2 ഇഞ്ച് വിട്ടിട്ട് 1 ഇഞ്ചിൽ. ഇതാണ് നമ്മുടെ കൈഭാഗം. ഇത്രയും കൂടുതലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് ഇവിടെ ഇങ്ങനെ ചുരുക്കുകൾ പഫ് വെക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ചുരുക്ക് വെക്കണം. അപ്പോൾ കൈ കറക്റ്റായിട്ട് ഇവിടെ വരും. നമുക്കിതുപോലെ തന്നെ വെച്ച് വെട്ടാം. അതുപോലെ വെട്ടിയെടുത്തു. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ ലൈനിങ് കൈയും വെട്ടാം. കൈക്കും ലൈനിങ് ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ കസവോ അല്ലെങ്കിൽ നൂലൊക്കെ കുട്ടികൾക്ക് ഇറിറ്റേഷൻ ആവും. കൈയും കട്ട് ചെയ്തെടുത്തു. അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ എല്ലാം തന്നെ നമ്മൾ കഴിഞ്ഞു. കഴുത്തും അതുപോലെ തന്നെ കൈയും ഫ്രണ്ട് കഴുത്തും ബാക്ക് കഴുത്തും എല്ലാം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ സ്കേർട്ടിലേക്ക് പോവാം. പാവാടയുടെ സ്കേർട്ട് കട്ടിങ്ങിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് തുണി മടക്കിയിടാം. 2 അല്ലെങ്കിൽ 2.5 മീറ്റർ തുണിയാണ് നമുക്ക് സ്കേർട്ട് തയ്ക്കാനായിട്ട് ആവശ്യം. കാരണം കുറച്ച് കൂടുതൽ ചുരുക്കിട്ടാണ് നമ്മൾ തയ്ക്കുന്നത്. സ്കേർട്ട് തയ്ക്കുമ്പോൾ ഈ കസവ് ഭാഗം താഴെ വരത്തക്ക രീതിയിൽ വേണം സ്കേർട്ട് തയ്ക്കാൻ.
അപ്പോൾ നമ്മളിത് ആദ്യമേ തന്നെ ഈ തുണി ഇങ്ങനെ മടക്കുക, എന്നിട്ടിത് 4ആക്കി മടക്കുക. തുണി ഇങ്ങനെ 4ആക്കി മടക്കുക. തുണി നിവർത്തിയിടാം. ഇത് താഴ്ഭാഗമാണ്. അപ്പോൾ നമ്മൾ ഇത് ഇങ്ങോട്ടേക്ക് മടക്കിടാം. ഇനി ഇതിൻ്റെ 01 എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള സ്കേർട്ട് ഇറക്കമാണ്. നമുക്കിപ്പോൾ 31 ആണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് നമ്മൾ അരപ്പട്ടയുടെ ഭാഗം സെപ്പറേറ്റ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 31 എന്ന് പറയുന്നത് 22 ഇഞ്ചാണ്. നമുക്ക് അതിനെ കൂടി 1.5 ഇഞ്ച് കൂട്ടിയെടുക്കാനാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഇതിപ്പോൾ ഇവിടെ കസവുള്ളത് കൊണ്ട് നമുക്ക് 1.5 ഇഞ്ച് കൂട്ടിയെടുക്കണ്ട, 1/2 ഇഞ്ച് മാത്രം കൂട്ടിയെടുത്താൽ മതി. അപ്പോൾ 22.5 ഇഞ്ചിൽ നമുക്ക് മാർക്ക് ചെയ്യാം. കസവില്ലെങ്കിലാണ് നമുക്ക് അടിച്ചു പോകാൻ വേണ്ടിയിട്ട് 1 ഇഞ്ച് വേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ 22.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. നമുക്കത് കട്ട് ചെയ്തെടുക്കാം. നമുക്കിതിൻ്റെ താഴത്തെ വീതി, അതായത് ചുരുക്കിൻ്റെ വീതി ഞാൻ അളവ് കാണിച്ച പാവാടയിൽ നിന്ന് നമ്മൾ എടുത്തില്ല. നമ്മൾ എത്ര എണ്ടോ എത്ര ചുരുക്കൾ കിട്ടോ അത്രയും തന്നെ നമ്മൾ വെട്ടി പോവുകയാണ്. ഇത് ഞാൻ ആദ്യമേ വെട്ടി മാറ്റിയതാണ്. ഇതിൻ്റെ 31 എന്ന് പറയുന്ന പോർഷൻ നമ്മൾ വെട്ടി മാറ്റി. ഇനി നമുക്ക് അരപ്പട്ടയാണ് നമുക്ക് വെട്ടേണ്ടത്. ഇറക്കം 2 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് അത് തുണി ഇങ്ങനെ മടക്കിയിടാം. എന്നിട്ട് അരപ്പട്ടയുടെ ഇറക്കം 2 ഇഞ്ചാണ്. അതിൻ്റെ വീതി, അതായത് അരപ്പട്ടയുടെ വീതി ഈ 02 എന്ന് പറയുന്നത് 12 ഇഞ്ചാണ് അതിൻ്റെ വീതി. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ 12 ഇഞ്ച്, അതിനെ കൂടി നമുക്ക് ഒരു 1/2 ഇഞ്ച് കൂടി കൂട്ടിയെടുക്കാം. കാര്യം ആ ഭാഗം കുറച്ച് അടിച്ചു പോകാനായിട്ടാണ് കൂട്ടി ഒരു 1/2 ഇഞ്ച് കൂട്ടി നമ്മൾ 12.5 ഇഞ്ചായിട്ട് എടുത്തു. അപ്പോൾ അരപ്പട്ടയുടെ ഇറക്കം 2 ഇഞ്ചാണ്. അപ്പോൾ നമുക്കത് 5 ഇഞ്ചായിട്ട് വേണം എടുക്കാൻ. അരപ്പട്ട നമ്മളെപ്പോഴും വെക്കുമ്പോൾ ഇതിങ്ങനെ മടക്കിയാണ് വെക്കുന്നത്, കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് 5 ഇഞ്ചിൽ അരപ്പട്ട ഇറക്കം കട്ട് ചെയ്യാം. അതായത് അരപ്പട്ടയുടെ ഇറക്കം നമ്മൾ ഡബിൾ ആയിട്ടാണ് എടുക്കുന്നത്. നമ്മളപ്പോൾ ഇത് പാവാടയിൽ ഇങ്ങനെയാണ് അരപ്പട്ട വെച്ച് കൊടുക്കുന്നത്. ഇത്രയും കട്ടിക്കാണ് അരപ്പട്ട വെക്കുന്നത്. ഇത് നമ്മൾ 1/2 ഇഞ്ച് താഴെ അടിച്ചു പോകും. ഇത്രയും വീതിക്കാണ് നമ്മൾ അരപ്പട്ട വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ പാവാടയുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞു. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ കുട്ടികൾക്ക് സ്കേർട്ട് തയ്ക്കുമ്പോൾ നമ്മൾ ഉള്ളിൽ വള്ളിയാണ് വെച്ച് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ ഉക്സ് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇന്നത്തെ ഈ പാവാട തയ്ക്കുമ്പോൾ നമുക്കത് വള്ളി വെച്ചിട്ടാണ് തയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പീസിൽ നിന്ന് തന്നെ വള്ളി അടിക്കാനുള്ള ഒരു കഷ്ണവും വെട്ടിയെടുക്കാം. പാവാടയിലെ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ്ങിലേക്കാണ് ആദ്യം പ്രവേശിക്കുന്നത്. ഇതിലിപ്പോൾ ബ്ലൗസിൻ്റെ ബാക്കി തുണിയാണ്. ഇതിൽ നിന്ന് 2 പീസ് നമുക്ക് ഉക്സ് വെച്ച് കൊടുക്കാനായിട്ട് 2 പീസ് വെട്ടിയെടുക്കണം. ഞാനത് നേരത്തെ വിട്ടുപോയതാണ്. ഇപ്പോൾ ഞാനിതിൻ്റെ ബാക്കി പീസിൽ നിന്ന് തന്നെ ഒരു 2 പീസ് തുണി വെട്ടി മാറ്റുകയാണ്. ഉക്സ് വെച്ച് കൊടുക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ പട്ട പോലെ വെക്കാനായിട്ടാണ്. ഇവിടെയും വെക്കണം, അതുപോലെ തന്നെ ഇപ്പുറത്തെ വശത്തും വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്യുന്നത്. 2 പീസ് നമ്മളിപ്പോൾ ബാക്കി തുണിയിൽ നിന്ന് വെട്ടിയെടുത്തു. ഇനി നമുക്ക് ആദ്യമേ കൈയിൽ നിന്ന് തുടങ്ങാം. പഫ് കൈയാണ് പട്ടുപാവാടയൊക്കെ വെക്കുന്നത്. കൈ നമുക്ക് ആദ്യം അടിക്കാം. ആദ്യമേ കൈയിൻ്റെ നല്ല വശവും യോജിപ്പിച്ച് അടിഭാഗം തയ്ക്കാം. ഇതിങ്ങനെ അറ്റം വരെ നമ്മൾ അടിച്ചെടുത്തു.
ഇനി നമുക്കിത് പതിച്ചടിക്കാം. എന്നിട്ട് നല്ല വശത്ത് ഏറ്റവും അറ്റത്തായിട്ട് ഒരടി അടിക്കാം. നമുക്ക് ഈ കൈ ഒന്ന് ലെവൽ ചെയ്ത് വെട്ടിക്കൊടുക്കാം. ഇനി നമ്മളിതിന് ചുരുക്കിടാൻ പോവുകയാണ്. അതേപോലെ നമുക്ക് ഈ കൈയിൻ്റെ നടുഭാഗത്ത് ഒരു വി പോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ പകുതിക്കൊന്ന് ചുരുക്കിടാം. പഫ് നമ്മൾ മുകൾ ഭാഗത്തും അതുപോലെ താഴ്ഭാഗത്തും വെക്കും. ഇപ്പം ഞാൻ മുകൾ ഭാഗത്താണ് പഫ് വെക്കുന്നത്. ഇതുപോലെ നമുക്ക് താഴെയിലും വെച്ച് കൊടുക്കാം. അപ്പോൾ താഴ്ഭാഗത്ത് മാത്രം വെക്കുക. ഏതെങ്കിലും ഒരു സൈഡിൽ പഫ് വെക്കുന്നതായിരിക്കും കാണാൻ ഭംഗി. ചുരുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ 8 ചുരുക്കാണ് ഇടുന്നത്. ഞാൻ ആദ്യമേ അതിന് വേണ്ടിയിട്ടാണ് കൈൻ്റെ നടുഭാഗത്ത് ഇങ്ങനെ വി പോലെ കട്ട് ചെയ്തത്. അപ്പോൾ അവിടെ നിങ്ങോട്ട് 4 ചുരുക്ക്, ഇനി ഇവിടെ നിന്ന് താഴേക്കും അതുപോലെ 4 ചുരുക്ക്. ചുരുക്ക് എണ്ണം കറക്റ്റ് ആയിരിക്കണം. ഇതേപോലെ ഇങ്ങനെ ചുരുക്കിട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇതേപോലെ മറ്റേ കൈയും അടിച്ചെടുക്കാം. ഇതേപോലെ ഒരേപോലെ 8 ചുരുക്കുകൾ വീതം ഇട്ടെടുത്തു. ഇനി നമുക്ക് കൈ മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരെ ബ്ലൗസിൻ്റെ ഫ്രണ്ട് വശമാണ് അടിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ലൈനിങ് നിവർത്തിയിടാം. എന്നിട്ട് കഴുത്തടിക്കാം. ലൈനിങ്ങിൻ്റെ നല്ല വശവും ബ്ലൗസ് പീസിൻ്റെ നല്ല വശവും ഇട്ടിട്ട് നമുക്ക് കൈയടിക്കാം. ലെവൽ ചെയ്ത് വെക്കണം. കഴുത്തടിക്കുമ്പോൾ 1/2 ഇഞ്ച് നീക്കി കഴുത്തടിക്കുകയാണ്. ഇതിൻ്റെ അറ്റം വരുമ്പോൾ ഒരു കെട്ടിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ അത് നമ്മൾ ഈ തുണി തിരിച്ചെടുത്ത് കഴുത്തടിക്കുമ്പോൾ അവിടെ വിട്ടുപോകും. അപ്പോൾ എല്ലാ അറ്റവും വരുമ്പോൾ ഇത് നമുക്കൊരു കെട്ടിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ നടുക്ക് പോയിൻ്റ് കിട്ടാൻ വേണ്ടി ഒരു പേന കൊണ്ട് ഇതിൻ്റെ ഓരോ മൂലയും വരക്കുന്നത് ഉത്തമമായിരിക്കും. അപ്പോൾ നമുക്കതിൻ്റെ കറക്റ്റ് പോയിൻ്റ് കിട്ടും. ഇവിടെ ഒരു കെട്ടിടാം. നീ സ്റ്റിച്ച് ഈ പോയിന്റിൽ കൊണ്ടുവന്ന് നിർത്താം. നമ്മൾ കഴുത്ത് ഇതേപോലെ കഴുത്തടിച്ചു. ഈ ഓരോ പോയിൻറ്റും നമുക്ക് വളരെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് ലൈനിങ് വെട്ടിക്കളയാം. എന്നിട്ട് ഈ ഓരോ മൂലയും വെട്ടിക്കൊടുക്കാം. വെട്ടുമ്പോൾ സൂക്ഷിക്കേണ്ടത് തുണിയിൽ ഇതിൻ്റെ സ്റ്റിച്ചിൽ വെട്ടുകൊള്ളരുത്. വെട്ടിക്കൊണ്ടിട്ടുണ്ടെങ്കിൽ
കീറിപ്പോവും. ഈ 3 മൂലയും നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തു. ഇനി നമുക്കിത് പതിച്ചടിക്കാം. പതിച്ചടിക്കുമ്പോൾ ഒരിക്കലും നല്ല ഭാഗത്തിട്ട് പതിച്ചടിക്കരുത്, ലൈനിങ്ങിൽ വേണം പതിച്ചടിക്കാൻ. നമുക്കിനി കഴുത്ത് നല്ല വശത്ത് കഴുത്തടിക്കാം. കഴുത്ത് ഇതേപോലെ അടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഫ്രണ്ട് കഴുത്ത് ഇതേപോലെ അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്കിത് മാറ്റി വെക്കാം. എന്നിട്ട് ബാക്ക് ലൈനിങ് ആദ്യം നിവർത്തിടാം. എന്നിട്ട് ഇതിൻ്റെ കഴുത്തും അടിക്കാം. ഇതിൻ്റെ റൗണ്ടാണ്. നമുക്ക് കഴുത്തത് വെട്ടിക്കൊടുക്കാം. ഇനി നമുക്ക് 1 ഇഞ്ച് ഇടവിട്ട് ഇതിങ്ങനെ വെട്ടിക്കൊടുക്കണം. സ്ക്വയർ കഴുത്തിനൊക്കെ നമുക്ക് മൂല മാത്രം വെട്ടിയാൽ മതി. പക്ഷേ യു അടിക്കുമ്പോൾ എപ്പോഴും 1 ഇഞ്ച് അകലത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ ആ യു നമുക്ക് തിരിഞ്ഞ് നല്ല ഷേപ്പായിട്ട് കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് പതിച്ചടിക്കാം. ലൈനിങ്ങിൽ പതിച്ചടിക്കാം. തന്നെ നമ്മൾ ലൈനിങ്ങിൽ പതിച്ചടിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ കഴുത്ത് ഇവിടെ പഠിക്കുന്നില്ല. നമ്മൾ നേരെ ഷോൾഡർ കൂട്ടുകയാണ്. എന്നിട്ടാണ് നമ്മൾ ബാക്ക് കഴുത്ത് അടിക്കുന്നത്. നമുക്ക് നേരെ ഷോൾഡർ കൂട്ടാം. ബാക്ക് നല്ല വശവും ഫ്രണ്ട് നല്ല വശവും ഇതേപോലെ ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചിട്ട് ഈ ലൈനിങ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഷോൾഡർ കൂട്ടാം.
ഇപ്പുറത്തെ വശത്തെ ഷോൾഡറും കൂട്ടുകയാണ്. ഷോൾഡർ കൂട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിലെ കഴുത്തടിക്കാം. ആദ്യമേ ഷോൾഡറിൻ്റെ പുറത്തുനിന്ന് തന്നെ ഒരു അടിപ്പിങ്ങോട് അടിച്ചു പോരാം. ഷോൾഡർ നല്ല സ്റ്റിഫായിരിക്കും. ഇതിങ്ങനെ ഒരു സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ഷോൾഡർ വളരെ സ്റ്റിഫായിരിക്കും. ഇനി ബാക്ക് കഴുത്തിൻ്റെ നല്ല വശത്തുകൂടി അടിക്കുകയാണ്. നമുക്ക് ഷോൾഡർ ഒന്ന് വെട്ടിക്കൊടുക്കാം. കറക്റ്റ് ലെവലായിട്ട് ഷോൾഡർ വെട്ടിക്കൊടുക്കാം. രണ്ടും ഒരേ ലെവലിൽ നമുക്ക് വെട്ടിക്കൊടുക്കാം. ലെവലിൽ വെട്ടിക്കൊടുത്തു. ഇനി നമുക്ക് ഈ ബ്ലൗസിൽ ഡക്സ് ഇടാം. എന്നിട്ട് വേണം ബാക്ക് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഉക്സും ഐയും വെക്കേണ്ട പീസ് പിടിപ്പിക്കാൻ. നമുക്ക് ആദ്യം ഇനി ഡക്സ് ഇടാം. ഡക്സ് ഇടാൻ നേരത്ത് 4 ഡക്സാണ് നമ്മൾ ഇടുന്നത്. ഫ്രണ്ട് വശത്ത് ഇത് ഈ സൈഡിലും 2 വീതം, അതുപോലെ തന്നെ ബാക്കിലും ഇവിടെ ഒരെണ്ണം ഇവിടെ ഒരെണ്ണം. ഈ 4 ഡക്സും ഒരേ അളവായിരിക്കണം നമ്മൾ ഇടേണ്ടത്. ഞാനിപ്പോൾ ആദ്യമേ തന്നെ ഈ ബ്ലൗസ് ഇങ്ങനെ നിവർത്തി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അളവെടുക്കുകയാണ്. അതായത് ഈ ആദ്യമേ നമുക്ക് ഇതിൻ്റെ മധ്യഭാഗം എടുക്കണം. അപ്പോൾ ഇതിപ്പോൾ 16 ഇഞ്ചുണ്ട്. ഇതിൻ്റെ മധ്യഭാഗം എന്ന് പറയുമ്പോൾ 8 ഇഞ്ചായിട്ട് വരും. ഒരേ വീതിക്ക് വേണം നമ്മൾ ഡക്സ് അളക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ നിന്നൊരു 3 ഇഞ്ചിൽ ഡക്സ് അളക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പുറത്തേക്ക് 3 ഇഞ്ചിൽ അളന്നു. ഇനി ഇപ്പോൾ കുഞ്ഞായതുകൊണ്ട് ഞാനൊരു 5 ഇഞ്ച് വരെയാണ് ഇതിൻ്റെ ഡക്സ് നീളം എടുക്കുന്നത്. അപ്പോൾ ഒരു 6 വയസ്സ് 7 വയസ്സൊക്കെ ആണെങ്കിൽ നമ്മളൊരു 7 അല്ലെങ്കിൽ ഒരു 6.5 ഇറക്കം അതനുസരിച്ച് കൂട്ടിയെടുക്കണം. ഞാനിപ്പോൾ ഒരു 5 ഇഞ്ചിലാണ് ഡക്സ് ഇടുന്നത്. അതുപോലെ തന്നെ ഇവിടെയും ഇടുകയാണ്. ഇതേ അളവിൽ തന്നെ നമുക്ക് ഇങ്ങോട്ടേക്കും ഇടാം. ഇതേ വീതിക്ക് തന്നെ ഒരേപോലെ ആയിരിക്കണം ടക്സ് ഇടേണ്ടത്. ഞാൻ സ്കെയിൽ കൊണ്ട് വരക്കുകയാണ്. ആദ്യമേ ഇങ്ങോട്ടേക്ക് 3ഉം അതുപോലെ ഇങ്ങോട്ടേക്ക് 3ഉം എടുത്തു. ഇതേപോലെ നീളവും ഇങ്ങോട്ടേക്ക് ഒരേപോലെയാണ് എടുക്കേണ്ടത്. ഇനി നമുക്കിത് ബ്ലൗസ് ഇങ്ങനെ ഒരുമിച്ചിടാം. എന്നിട്ട് ഇതേ മാർക്ക് തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡിലും ഇതേ മാർക്ക് തന്നെ നമുക്ക് ചെയ്യാം. ബ്ലൗസ് ഒരേപോലെ ഇടണം, അല്ലെങ്കിൽ അളവിന് വ്യത്യാസം വരും.
ഞാനിത് ഇവിടെ മാർക്ക് ചെയ്യുകയാണ്, ഇപ്പുറത്തെ സൈഡിലും ഇത് മാർക്ക് ചെയ്യുകയാണ്. ഒരേപോലെ തന്നെ അപ്പുറത്തും മാർക്ക് ചെയ്തു. അതും ഞാൻ സ്കെയിൽ കൊണ്ട് വരയ്ക്കുകയാണ്. നമുക്ക് ഒരേപോലെ ടക്സ് കിട്ടി. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം. ഡക്സ് സ്റ്റിച്ച് ചെയ്യുന്നത് ആദ്യമേ നമുക്ക് ഈ ഭാഗത്തെ ഡക്സ് സ്റ്റിച്ച് ചെയ്യാം. ഇതിങ്ങനെ ലെവൽ ചെയ്ത് പിടിക്കാം. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഈ എൻഡിങ്ങിൽ കൊണ്ടുവന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നിർത്താം. ഇതേപോലെ നമുക്കിനി ഇപ്പുറത്തും ഡക്സ് അടിക്കാം. ഇതിൻ്റെ ഇറക്കം നമ്മൾ തുണി നിവർത്തിയിട്ടിട്ട് ഏകദേശം കഴുത്തിൻ്റെ ഒരു 3 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 3.5 ഇഞ്ച് ഇറക്കിയിട്ടാണ് ഡക്സ് ഇടേണ്ടത്. ഒരു പ്രത്യേകിച്ച് അളവ് നമുക്ക് ബ്ലൗസിൽ നിന്ന് എടുത്ത പോലെ നമുക്ക് അളക്കണമെന്നില്ല. ഇതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡക്സ് പട്ടുപാവാടയിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട് കഴുത്തിൻ്റെ ഏകദേശം ഒരു 3 ഇഞ്ച് ഇറക്കിയിട്ട് ഇട്ടാൽ മതി. അപ്പോൾ ഇതനുസരിച്ച് ഇതിൻ്റെ നീളം കൂട്ടണം. ഇതിപ്പോൾ 4 വയസ്സുള്ള കുട്ടിയായതുകൊണ്ടാണ് ഞാനൊരു 5 ഇഞ്ച് ഡക്സിൽ അടിക്കുന്നത്. ഒരു 8 വയസ്സ് 9 വയസ്സ് അങ്ങനെ വയസ്സിൻ്റെ വ്യത്യാസം വരുമ്പോൾ അതനുസരിച്ച് നമ്മൾ ഡക്സിൻ്റെ ഇറക്കവും കുറച്ച് ഇറക്കി കൊടുക്കണം. 4 ഡക്സും ഒരേപോലെ ആയിരിക്കണം അടിക്കേണ്ടത്. അതുപോലെ 4 വശത്തും ഡക്സ് അടിച്ചു കഴിഞ്ഞു. നമുക്കിത് തിരിച്ച് നോക്കാം. ഇതേപോലെ ഒരേപോലെ 4 വശത്തും നമ്മൾ അടിച്ചു. ഒരേപോലെ തന്നെയാണ് ഈ ഡക്സിൻ്റെ ഇറക്കം വന്നിരിക്കുന്നത്. ഇത് എയറിങ് കുറഞ്ഞും പോകരുത്. ഇനി നമുക്ക് നേരെ ബാക്ക് പീസിൽ ഉക്സും ഐയും വെക്കേണ്ടത്. ആദ്യം തന്നെ നമുക്കിത് കട്ട് ചെയ്യാം. കറക്റ്റ് ഇതിൻ്റെ മധ്യത്തിൽ വേണം കട്ട് ചെയ്യാൻ. കട്ട് ചെയ്യാണ്. ഇതിൻ്റെ മധ്യത്തിലായിട്ട് കട്ട് ചെയ്യാണ്. ബാക്ക് വശം ഷോൾഡർ കൂട്ടിയിട്ടേ നമ്മളിത് കട്ട് ചെയ്യാവൂ, അല്ലെങ്കിൽ നമുക്ക് പിന്നെ കഴുത്തൊക്കെ അടിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമുക്കിത് ആ പീസ് ഇവിടെ വെച്ച് കൊടുത്താൽ മതി. സ്റ്റിച്ചിങ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞായിരുന്നു ഞാൻ കട്ടിങ്ങിൽ ഇത് വിട്ടുപോയി, ഇത് കട്ട് ചെയ്യാൻ വിട്ടുപോയി. നമുക്കിനി ഇതിവിടെ വെച്ച് കൊടുക്കാം. നമുക്ക് ആദ്യമേ നമ്മുടെ ബ്ലൗസ് എടുക്കാം. എന്നിട്ട് നമുക്ക് നോക്കാം, നമുക്ക് ഒരു സംശയം വരാണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് നോക്കാം ഏത് ഭാഗത്താണ് ഉക്സും ഐയും പിടിപ്പിക്കേണ്ടതെന്ന്. അപ്പോൾ ഈ ഭാഗത്താണ് ഉക്സ് പിടിപ്പിക്കേണ്ടത്, ഈ ഭാഗത്ത് ഐ പിടിപ്പിക്കണം. അപ്പോൾ ഇവിടെ ഐയും ഇവിടെ ഉക്സും. അപ്പോൾ ഞാനിവിടെ ഒരു ഐ ഇട്ടിട്ടുണ്ട്, ഇവിടെ യു, ഞാനിവിടെ യു ഒന്നും എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉക്സ് പിടിപ്പിക്കേണ്ട ഭാഗം നമ്മൾ ഈ പീസ് വെച്ച് കൊടുക്കുമ്പോൾ അത് ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ്. പക്ഷേ ഐ വെക്കേണ്ട ഭാഗം നമ്മളിത് സെപ്പറേറ്റ് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഉക്സ് വെക്കുന്ന പീസ് പിടിപ്പിക്കാം, അത് ഉള്ളിലേക്ക് മടക്കി തയ്ക്കാം. അപ്പോൾ ഇതേപോലത്തെ ഒരു പീസ് ഞാൻ ആദ്യമേ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഭാഗത്താണ് ഉക്സ് വെക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഈ തുണി നിവർത്തിയിടാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ കുറച്ച് ഉള്ളിലേക്ക്
മടക്കി വെക്കണം. എന്നിട്ട് ഒരു 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്യുക. ഇത് നിവർത്തിയെടുക്കാം. ഇതിങ്ങനെ മടക്കി തയ്ച്ചത് ഇവിടെ ഒരു അതായത് കഴുത്ത് നമ്മൾ ആദ്യമേ അടിച്ച് കഴിഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ആദ്യമേ ഒരു സ്റ്റിച്ചിങ്ങിനെ ഇവിടെ മടക്കാണ്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഇവിടെ നമുക്ക് അറ്റം പൂർണ്ണതയിൽ എത്തിക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു മടക്കി തയ്ച്ചത്. അതിപ്പോൾ ഇവിടെ നിവർത്തുമ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്കിത് ഉള്ളിലേക്ക് മടക്കി വെക്കാം. അല്ലെങ്കിൽ നൂലൊക്കെ പൊങ്ങി പോരും. അപ്പോൾ നമുക്കിനി ഇത് പതിച്ചടിക്കാം. എന്നിട്ട് ഇനി ഇത് ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യുകയാണ് നമ്മൾ. ഇതേടിപ്പ് ഇനി ഈ അറ്റത്തും കൂടി നമ്മൾ അടിച്ചു പോരുകയാണ്. ഈ അറ്റത്തും ഒരു സ്റ്റിച്ച് അടിക്കാം. നമ്മൾ ഉക്സ് വെക്കേണ്ട ഭാഗം അടിച്ചു കഴിഞ്ഞു. ഇതേപോലെ 2 സ്റ്റിച്ച് ചെയ്യുക. കാണാൻ ഈ വശത്ത് കാണാൻ പറ്റില്ല, ഈ വശത്ത് ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ 2 സ്റ്റിച്ച് നമ്മൾ ചെയ്തു. ഇനി നമുക്ക് ഐ പിടിപ്പിക്കേണ്ട ഭാഗത്തെ സ്റ്റിച്ചിങ് ചെയ്യാം. അപ്പോൾ ഈ ഭാഗത്ത് ഐ പിടിപ്പിക്കുകയാണ്. എൻ്റെ ഇതിന് മുൻപുള്ള ബ്ലൗസ് സ്റ്റിച്ചിങ്ങിൽ ഞാൻ ഐ പിടിപ്പിച്ചത് നമ്മൾ ഈ പീസ് ചീത്ത വശത്ത് വെച്ച് അടിച്ചിട്ട് ഫ്രണ്ടിലേക്ക് അടിച്ച് മറിച്ച് ഓരോ ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ഐ ഉക്സ് അതിൻ്റെ ഇടയിൽ കയറ്റിയത്. പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് ഐ പിടിപ്പിക്കുന്നത് എന്നാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് വ്യത്യാസമുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തപ്പോൾ ചീത്ത വശത്ത് നിന്ന് നല്ല വശത്തേക്ക് ഈ തുണി ഇങ്ങനെ ചീത്ത വശത്ത് വെച്ച് അടിച്ചിട്ട് നല്ല വശത്തേക്ക് വെച്ച് ഇങ്ങനെ മടക്കി തയ്ച്ച് ഓരോ ഗ്യാപ്പ് ഇട്ട് ഇങ്ങനെ പോവുകയാണ് ചെയ്തത്. പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ അങ്ങനെയല്ല കാണിക്കുന്നത്. ഐ എങ്ങനെയാണ് പിടിപ്പിക്കുന്നത്, അതായത് നമ്മൾ സൂചിയും നൂലും കൊണ്ട് ഐ എങ്ങനെയാണ് പിടിപ്പിക്കുന്നത് എന്നാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യമേ തന്നെ ഈ തുണി നല്ല വശത്ത് വെച്ച് തന്നെ ഉക്സ് ചെയ്ത പോലെ തന്നെ നമ്മൾ നല്ല വശത്ത് വെച്ചിട്ട് അടിക്കുകയാണ്. ഒരു 1/4 ഇഞ്ചിൽ അടിച്ചു കൊടുക്കാം. നല്ല വശവും വെച്ചിട്ട് അറ്റമെത്തുമ്പോൾ ഇതും ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്യണം.
നിവർത്തിയെടുക്കുക. എന്നിട്ട് ഇങ്ങനെ കുറച്ച് പീസ് ഈ തുണി ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് വേണം ഇവിടെ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇതേപോലെ ഇനി ഇവിടെയാണ് നമ്മൾ ഐ പിടിപ്പിച്ച് ഓരോ സ്ഥലത്തും ഐ പിടിപ്പിച്ച് കൊടുക്കുന്നത്. നമുക്ക് ഈ അറ്റത്തും ഒരു സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ ഐ പിടിപ്പിക്കേണ്ട ഭാഗവും അടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഉക്സ് നമ്മൾ പിടിപ്പിച്ചിട്ട് ഇവിടെയാണ് നമ്മൾ ഐ സൂചി നൂലും കൊണ്ട് വെച്ചിട്ട് ഇതിങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് കൈ പിടിപ്പിക്കാം. കൈയിൻ്റെ മധ്യഭാഗം ഇങ്ങനെ വെട്ടിക്കൊടുക്കാം. കൈയിൻ്റെ മധ്യഭാഗം ഇവിടെ പിടിച്ചിട്ട് വേണം ഇപ്പുറ സൈഡിൽ നമുക്ക് കൈ വെച്ച് കൊടുക്കാം. ഭാഗത്തും നമ്മൾ കൈ പിടിപ്പിച്ചു. ഇനി നമ്മൾ കൈ കൂട്ടുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് കൈ വണ്ണം നോക്കാം. മുകൾ ഭാഗത്ത് 8, അതായത് 8 എന്ന് പറയുമ്പോൾ നമ്മൾ ചുരുക്കൂടി കൂട്ടിയാണ് 8 എടുത്തത്. 5 ആയിരുന്നു ഇതിൻ്റെ കറക്റ്റ് വണ്ണം. താഴ്ഭാഗത്ത് 3.5. അപ്പോൾ 5ഉം 3.5യുമാണ് കൈയിൻ്റെ വണ്ണം. നമ്മൾ ചുരുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് 8 ആയിട്ട് അളന്നത്. ശരിക്കുമുള്ള അളവ് 5 ഇഞ്ചാണ്. അഞ്ച് ഇഞ്ചിൽ ഇവിടെ 3.5.
താഴത്തേക്ക് നമുക്ക് വെറുതെ ഒന്ന് അടിച്ചു പോരാം. ഇനി നമുക്ക് സ്ലിറ്റ് വെട്ടാനുണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് ഷേപ്പ് ചെയ്ത് നമുക്ക് വെട്ടാം. താഴത്തേക്ക് അടിച്ചു പോവാം. വശത്തും നമ്മൾ ഓരോ അടിപ്പ് വീതം ഇങ്ങനെ അടിച്ച് ഇത് താഴത്തേക്ക് അടിച്ച് ഫുള്ളായിട്ട് ഇറക്കരുത്. ഇതിൻ്റെ ഈ ഭാഗം വരെ നമുക്ക് അടിപ്പ് നിർത്തുക. കാരണം സ്ലിറ്റ് നമുക്ക് അടിക്കാനുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഷേപ്പ്, അതുപോലെ തന്നെ സ്ലിറ്റ് ഇറക്കം, വണ്ണം, ഇവയൊക്കെ അടയാളപ്പെടുത്താം. ആദ്യം തന്നെ നമുക്ക് ഷേപ്പ് ഇറക്കം 8, ഷേപ്പ് വണ്ണം 10. 10ൻ്റെ പകുതിയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 10ൻ്റെ പകുതി 5. ആദ്യം നമുക്ക് ഷേപ്പ് ഇറക്കം മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഷേപ്പും സ്ലിറ്റും എല്ലാം ഇപ്പോൾ അടയാളപ്പെടുത്തുന്നത് ബാക്ക് വശത്ത് വെച്ചിട്ട് വേണം അടയാളപ്പെടുത്താൻ. ഫ്രണ്ടിൽ നമുക്ക് ഉക്സ് വെക്കാനുള്ള കട്ടിങ് ഇല്ല, അത് ബാക്ക് വശത്താണ് കട്ടിങ് ഉള്ളത്. അപ്പോൾ നമ്മളെപ്പോഴും മാർക്ക് ചെയ്യുമ്പോൾ ഈ വശത്തിട്ട് വേണം മാർക്ക് ചെയ്യാൻ. കാര്യം നമ്മൾ വണ്ണം, അതായത് ഷേപ്പ് വണ്ണം എടുക്കുമ്പോൾ ഈ ഉക്സ് വെക്കുന്ന ഭാഗം നമ്മൾ ഒരുമിച്ച് എടുക്കുന്നു. ഇത് കൂടി തന്നെയാണ് അളക്കുന്നത്. പക്ഷേ ഈ ഐ വെക്കേണ്ട ഭാഗം വിട്ടിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്കുള്ള വണ്ണം എടുക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഫ്രണ്ട് പീസിൽ വെച്ചിട്ട് വണ്ണം അളക്കരുത്. എപ്പോഴും ബാക്ക് പീസിൽ വെച്ചിട്ട് വണ്ണം അളക്കാവൂ. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ ഷേപ്പ് ഇറക്കം 8 ഇഞ്ച് അടയാളപ്പെടുത്തി. ഷേപ്പ് ഇറക്കം 8 ഇഞ്ചാണ്. അതുപോലെ തന്നെ ഷേപ്പ് വണ്ണം 10, അതിൻ്റെ പകുതി 5. അപ്പോൾ 8 ഇഞ്ചിൽ വണ്ണം 5ആണ്. ഈ ഭാഗത്തെ വണ്ണം എടുക്കുമ്പോൾ നമ്മൾ ഈ ഭാഗം കൂട്ടി എടുക്കുന്നു. അതായത് ഈ അറ്റം മുതൽ ഇവിടം വരെ നമ്മൾ എടുക്കുന്നു. ഇതാണ് ഇതിൻ്റെ വണ്ണം. പക്ഷേ ഈ ഭാഗത്ത് വരുമ്പോൾ നമ്മൾ ഈ പീസ് വിട്ട് വേണം വണ്ണം എടുക്കാൻ. അതായത് ഇവിടം വരെ ഇതാണ് ഇതിൻ്റെ വണ്ണം. ഇങ്ങനെയാണ് ഇതിൻ്റെ വണ്ണം എടുക്കുന്നത്. ഈ ഭാഗം നമ്മൾ എടുക്കുന്നില്ല, ഇതൊഴിച്ചിട്ടാണ് 5 എടുത്തത്. അപ്പോൾ നമുക്ക് ഷേപ്പിൻ്റെ അളവ് കിട്ടി. ഇതാണ് ഈ ബ്ലൗസിൻ്റെ ഷേപ്പ്. ഇനി നമുക്ക് സ്ലിറ്റ് ഇറക്കം, അതായത് സ്ലിറ്റ് ഇറക്കം 13ആണ്. സ്ലിറ്റ് വണ്ണം 12, 12ൻ്റെ പകുതി, അപ്പോൾ 6. സ്ലിറ്റ് ഇറക്കം 13 ഇഞ്ച്. നമ്മളിവിടെ സ്ലിറ്റ് ഇറക്കം 13 ഇഞ്ച് മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ ഇപ്പുറവശത്തും സ്ലിറ്റ് ഇറക്കം 13 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. സ്ലിറ്റ് വണ്ണം 6 ഇഞ്ചാണ്. ഈ വശത്തെടുക്കുമ്പോൾ നമ്മൾ ഇതിനോട് കൂടി തന്നെ 6 ഇഞ്ച് എടുക്കുന്നു. പക്ഷേ ഇപ്പുറം വശം എടുക്കുമ്പോൾ നമ്മളിത് വിട്ടിട്ട് വേണം 6 ഇഞ്ച് എടുക്കാൻ. നമുക്കിത് ഒരുമിച്ച് ഇങ്ങനെ വരക്കാം. ഇതാണ് ഇതിൻ്റെ ഷേപ്പ്. ഈ ബ്ലൗസിൻ്റെ ഷേപ്പാണ് ഇപ്പോൾ ഞാൻ വരച്ചത്. ഈ സ്ലിറ്റിലേക്ക് നമുക്ക് കൂട്ടി യോജിപ്പിക്കാം. ഇനി നമുക്ക് അടിവണ്ണം എടുക്കണം. അടിവണ്ണം എന്ന് പറയുന്നത് 110, അടിവണ്ണം 13ആണ്. 13ൻ്റെ പകുതി 6.5 ഇഞ്ചാണ് അടിവണ്ണം. ഇതിൽ തന്നെ 6.5 ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തുകയാണ്. നമുക്ക് സ്ലിറ്റും വരക്കാം. സ്ലിറ്റും വെട്ടിക്കൊടുക്കാം. ചെറിയൊരു സ്ലിറ്റ് ഇട്ടാൽ മതി. ആദ്യം തന്നെ ഷേപ്പ് അടിച്ച് ഇവിടെ കൊണ്ടുവന്ന് നിർത്താം. നമ്മൾ ചുരിദാറിന് അടിക്കുന്നത് പോലെ തന്നെയാണ് ഷേപ്പ് അടിച്ച് കൊണ്ടുവന്ന് ഇവിടെ നിർത്താം. നമുക്ക് സ്ലിറ്റ് അടിക്കാം. നമ്മൾ ഈ പോയിന്റിൽ കൊണ്ടുവന്ന് നിർത്തിയായിരുന്നു. നമ്മൾ സ്ലിറ്റ് അടിക്കുകയാണ്. ഞാൻ ആദ്യമേ അടിച്ച സ്റ്റിച്ചാണ്, അത് കുറച്ച് ഞാൻ വിടിയിപ്പിച്ച് കളയുകയാണ്. ചെറിയൊരു സ്ലിറ്റാണ് നമ്മൾ അടിക്കുന്നത്.
വശവും കൂടി നമുക്കൊരു അടിപ്പ് അടിച്ചു കൊടുക്കാം. അപ്പോൾ സ്ലിറ്റ് നമ്മൾ ഇതേപോലെ ചെറിയ സ്ലിറ്റ് ഇട്ടു. ഇനി നമുക്ക് ഇതേപോലെ ഇപ്രവശത്തും ചെയ്യാം. സ്ലിറ്റ് നമ്മൾ ഒരേപോലെ അടിച്ചെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ അടിവശം മടക്കി തയ്ക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ അളവെടുക്കാം. ഇതിൻ്റെ ബ്ലൗസ് ഇറക്കം 15.5 ഇഞ്ചാണ് ഇതിൻ്റെ ബ്ലൗസ് ഇറക്കം. ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് ഇറക്കം. അതുപോലെ നമുക്ക് ഇപ്പുറത്തും മാർക്ക് ചെയ്യാം. ആദ്യമേ നമുക്ക് ഫ്രണ്ടിലെ ഈ ഭാഗം അടിക്കാം, എന്നിട്ട് ബാക്കിലെ ഭാഗം അടിക്കാം. അതുപോലെ ഞാൻ ഈ ഭാഗം മടക്കി തയ്ക്കുകയാണ്. ഇതാണ് കറക്റ്റ് ഇതിൻ്റെ ഇറക്കം. കൂടി കട്ട് ചെയ്ത് കളയാം. നമുക്കിനി ഇത് ഒരേപോലെ തന്നെ വെച്ചിട്ട് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ചെറുതായിട്ട് ഏറ്റക്കുറച്ചിലുകൾ വരും. അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ നമുക്കിതിനി മാർക്ക് ചെയ്ത് കൊടുക്കാം. ബ്ലൗസിൻ്റെ ഉക്സ് ഇടുമ്പോൾ വേരിയേഷൻ വരരുത്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ തന്നെ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് പോകുന്നത്. ഇതേ അളവിൽ മടക്കി തയ്ക്കാം. മടക്കി അടിച്ചു. ഇനി നമ്മൾ ബാക്ക് വശം മടക്കി തയ്ക്കുകയാണ്. ഇത് പേന കൊണ്ട് തന്നെ നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഒരേ അളവിൽ തന്നെ കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. കുറച്ച് വെട്ടിക്കളയാം. എന്നിട്ടിത് മടക്കി തയ്ക്കാം. ഫ്രണ്ട് പീസിൻ്റെ അടിഭാഗം അടിച്ചു, അതുപോലെ ബാക്കിൻ്റെ അടി, ഇത് ഫ്രണ്ടിൻ്റെ അടി അടിച്ചു. നമുക്കിത് തിരിച്ചെടുക്കാം. നമ്മുടെ ഇന്നത്തെ പട്ടുപാവാടയുടെ ബ്ലൗസ് സ്റ്റിച്ചിങ് അവസാനിച്ചു. ഇനി നമുക്കിതിൽ സ്ലിറ്റ്, ചെറിയൊരു സ്ലിറ്റാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. നമുക്കിനി ഉക്സും ഐയും പിടിപ്പിക്കാം. ഇപ്പോൾ 4 ഉക്സാണ് ഞാനിപ്പോൾ ഇവിടെ പിടിപ്പിക്കാവുന്നത്. അപ്പോൾ നമുക്കതൊന്ന് ആദ്യമേ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ഉക്സ് ഇവിടെ പിടിപ്പിക്കാം.
ഇനി ഉക്സ് തെന്നിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മോൾ ഭാഗവും നമ്മൾ ചെറുതായിട്ടൊന്ന് തുന്നിക്കൊടുക്കണം. ഇല്ലെങ്കിൽ ഈ ഉക്സ് ഇങ്ങനെ ഇളകി പോകും. ഇതിൻ്റെ മുകൾ ഭാഗം തുന്നുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടി നൂലിങ്ങനെ 2-3 തവണ കറക്കിയെടുക്കുക. എന്നിട്ട് ഇവിടെ ഒന്ന് ഒരു കെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ ഉക്സ് ഇനി അധികം ഇളകില്ല. ഇതുപോലെ 2-3 തവണ ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് 2-3 പ്രാവശ്യം കഴിയുമ്പോൾ തുണി കൂടി തന്നെ അഴിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടി ഒരു കെട്ടിട്ട. നമുക്ക് ഈ ഉക്സ് വെക്കാനായിട്ടുള്ള അയി പിടിപ്പിക്കാം. അയി പിടിപ്പിക്കേണ്ട വശവും മാർക്ക് ചെയ്യുക. അയി പിടിപ്പിക്കുന്നത് ആദ്യമേ തന്നെ നമുക്കിവിടെ നിന്നൊരു ഉള്ളിൽ നിന്ന് സൂചി കുത്തി ഇങ്ങനെ എടുക്കുക. എന്നിട്ട് നേരെ എതിർ ദിശയിലേക്ക് സൂചി കൊണ്ട് കുത്തുക. എന്നിട്ട് പിന്നെയും അതിൻ്റെ മീതെ തന്നെ ഇങ്ങനെ എടുക്കുക. എന്നിട്ടൊരു ഇൻറ്റു പോലെ, അതായത് ഇങ്ങനെ ഇൻറ്റു പോലെ നൂല് കൊണ്ട് ചെയ്യുക. ഇൻറ്റു പോലെ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇതേപോലെ ക്രോസ് ആയിട്ട് 2 ഇഴ ഇടുക. എന്നിട്ട് അതിൻ്റെ നടുക്കുകൂടി ഇങ്ങനെ തെന്നിച്ച് സൂചി ഇങ്ങനെ കെട്ടിട്ട് കൊണ്ടുവരിക. ഇങ്ങനെയാണ് അയി വെക്കുന്നത്. രണ്ട് മൂന്ന് തവണ ഇങ്ങനെയാണ് നമ്മൾ ഐ പിടിപ്പിക്കുന്നത്. ഇതേപോലെ നമുക്ക് 4 ഐയും ഉക്സും പിടിപ്പിക്കാം. സ്റ്റിച്ചിങ് ഇന്ന് അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ ഇതേപോലെ പഫ് കൈ വെച്ചു, ഡക്സ് അടിച്ചു, ഫ്രണ്ട് കഴുത്ത്, അതുപോലെ തന്നെ ബാക്കിൽ 4 ഉക്സ് 4 ഐ ഇങ്ങനെയെല്ലാം പിടിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ബ്ലൗസ് അവസാനിച്ചു. ഇനി നമുക്ക് നേരെ പാവാടയിലേക്ക്, അതായത് സ്കേർട്ടിലേക്ക് പോവാം. ഇതിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. സ്കേർട്ട് തയ്ക്കാനായിട്ട് ഇപ്പോൾ ആകെ ഇത് വള്ളി, ഇപ്പോൾ പിള്ളേരുടെ പട്ടുപാവാട തയ്ക്കുന്നത് കൊണ്ട് നമ്മൾ വള്ളിയാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഇത് അരപ്പട്ടയിൽ വെക്കേണ്ട തുണിയാണ്. പിന്നെ ഇത് ചുരുക്ക് ഇടേണ്ട തുണി. ഇത്രയും തുണി മതി നമുക്ക് സ്കേർട്ട് തയ്ക്കാനായിട്ട്. നമ്മൾ ആദ്യമേ ചുരുക്കിടുകയാണ്. അപ്പോൾ ഈ തുണിയിൽ നിന്ന് നമുക്ക് എന്തോരം ചുരുക്ക് കിട്ടുമോ അത്രയും നമുക്ക് ചുരുക്കിടാം. ഞാനിപ്പോൾ ഇവിടെ ഇത്രയും വെച്ചിട്ടാണ് മടക്കുന്നത്. നമ്മളിപ്പോൾ ഇത്രയും ചുരുക്ക് മടക്കുമ്പോൾ ഉള്ളിലേക്ക് മടക്കി വെക്കണം. ഇത് പുറമേ ഇത്രയും വീതിക്ക് ചുരുക്കിട്ടിട്ടുണ്ടെങ്കിൽ അത് വളരെ വൃത്തികേടായി പോവും. അപ്പോൾ പുറമേ നമുക്ക് ഈ ഒരു വീതി മതി. ഉള്ളിലേക്കാണ് തുണി വെക്കേണ്ടത്. ഇതേപോലെ ഉള്ളിലേക്കാണ് തുണി കയറ്റി വെക്കേണ്ടത്. പുറമേ നമുക്ക് സാധാരണ ചുരുക്ക് മതി. ഇതേപോലെ ഉള്ളിലേക്ക് തുണി ഇങ്ങനെ കയറ്റി വെക്കുക. എന്നിട്ട് പുറമേ ഈ വീതിക്ക് വെക്കുക. എന്നാൽ മാത്രമേ ഇതിങ്ങനെ നല്ല ഫ്ലെയർ പോലെ കിടക്കുകയുള്ളൂ. ഓരോ ചുരുക്കും ഓരോ നെറിവായിട്ട് ഇങ്ങനെ കിടക്കും.
സൂചി പൊക്കിയിട്ട് വേണം ഉള്ളിലേക്ക് തുണി ഇങ്ങനെ മടക്കി കൊടുക്കാൻ. പുറമേ അതിൻ്റെ വീതി ഒരേപോലെ ആയിരിക്കണം. ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരികയാണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഇതിപ്പോൾ തുണി കുറേ ഇങ്ങനെ ഉള്ളിലേക്ക്, ഇതിനിപ്പോൾ ഇവിടം വരെയുണ്ട് ഇതിൻ്റെ വീതി. പക്ഷേ പുറത്ത് വന്നപ്പോൾ ഇതാകെ ഇത്രയും മാത്രമേ വീതിയുള്ളൂ. അപ്പോൾ ഞാനിത് ഉള്ളിലേക്ക് വളരെയധികം കയറ്റിയാണ് ഓരോ തുണിയും വെച്ചിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് അറ്റം വരെ ചുരുക്കിടാം. നമ്മൾ മൊത്തം ചുരുക്കിട്ട് കഴിഞ്ഞു. ഇതുപോലെ കയറ്റിയാണ് നമ്മൾ ചുരുക്ക് ഇങ്ങനെ ഇട്ടത്. അപ്പോൾ പാവാട വളരെ ഫ്രില്ലോട് കൂടിയിട്ടാണ് ഇപ്പോൾ പട്ടുപാവാട കിടക്കുന്നത്. ഇനി നമുക്ക് അരപ്പട്ട വെക്കാം. അതിക്ക് മുമ്പായിട്ട് നമുക്ക് ആദ്യമേ തന്നെ ഈ അളവ്, അതായത് സ്കേർട്ടിൻ്റെ ഈ മുകളിലത്തെ വീതി 12 ഇഞ്ചെന്ന് നമ്മൾ നേരത്തെ തന്നെ അളന്നിട്ടുണ്ടായിരുന്നു. അത് 12 ഇഞ്ചുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. പന്ത്രണ്ടും 24 ഇഞ്ച് നമുക്കിവിടെ ഉണ്ടോ എന്ന് നോക്കാം. 24 ഇഞ്ച്, അത് ഇത്തിരി കൂടുതലുണ്ട്. നമ്മളത് ഉള്ളിൽ 1/2 ഇഞ്ച് അടിച്ചു പോകുമ്പോൾ അത് ലെവലായി വരും. നമ്മളിങ്ങനെ ഇട്ടിട്ടാണ് 12 ഇഞ്ച് ഉണ്ടോ എന്ന് നോക്കേണ്ടത്. മൊത്തം നോക്കിയപ്പോൾ നമ്മൾ 24 ആയിട്ടാണ് എടുത്തത്. 12 ഇഞ്ചുണ്ട്. നമുക്കിനി ഇവിടെ വെച്ചിട്ട് ഇത് ഉള്ളിൽ നിന്ന് അടിച്ചു പോകാം. നമുക്കിനി അരപ്പട്ട വെച്ച് കൊടുക്കാം. അരപ്പട്ട വെക്കുന്നത് ആദ്യം തന്നെ ഈ ഇതിൻ്റെ നല്ല വശം നിവർത്തിയിടാം. എന്നിട്ട് നമ്മൾ അരപ്പട്ട അടിക്കാൻ വേണ്ടിയിട്ട് ഒരു തുണി ഇതേപോലെ ആദ്യം കട്ട് ചെയ്തെടുത്തായിരുന്നു. അതിൻ്റെ നല്ല വശവും കൂടി വെച്ചിട്ട് ഒരടിപ്പ് ആദ്യമേ തന്നെ അടിച്ചു കൊടുക്കാം. അരപ്പട്ട ഇതേപോലെ 1/2 ഇഞ്ചിൽ അടിച്ചു വെച്ചു. ഇനി നമുക്കത് നിവർത്തി എടുക്കാം. എന്നിട്ട് ആദ്യമേ തന്നെ ഇതിൻ്റെ ഈ സൈഡൊന്ന് നമുക്ക് ഒരു മടക്കി ഇതേ ലെവലിലൊന്ന് അടിച്ച് എടുക്കാം. ഇതേപോലെ ഈ വശത്തെ സൈഡും അടിക്കാം. എന്നിട്ട് നമ്മളിത് മടക്കി അരപ്പട്ട വീതി, അതായത് അരപ്പട്ട ഇറക്കം 2 ഇഞ്ചാണ് അരപ്പട്ട ഇറക്കം കൊടുക്കേണ്ടത്. നമുക്കിത് ഇങ്ങനെ മടക്കി 2 ഇഞ്ചായിട്ട് ഇതിവിടെ ഇങ്ങനെ അടിച്ചു കൊടുക്കാം. അപ്പോൾ അരപ്പട്ടയുടെ ഇറക്കം കറക്റ്റ് 2 ഇഞ്ചോളം വരും. ഉണ്ടല്ലോ, ഇതാണ് അരപ്പട്ടയുടെ ഇറക്കം. നമുക്കതേപോലെ ഇപ്പോൾ അതിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് മടക്കണം. തുണി ഇത്ര എടുത്താൽ മാത്രമേ നമുക്കിത് ഇത്തിരി വീതിക്ക് കിട്ടുകയുള്ളൂ.
ഇതുപോലെ നമുക്ക് ഇത് അറ്റം വരെ അടിച്ചു കൊടുക്കാം. നമ്മളപ്പോൾ ഇതേപോലെ ഇങ്ങനെ അരപ്പട്ട അടിച്ചെടുത്തു. നമുക്കത് നിവർത്തിയെടുക്കാം. നമ്മുടെ അരപ്പട്ടയും നമ്മൾ അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്കിത് ഈ വശം കൂട്ടി യോജിപ്പിക്കാം. ഈ രണ്ട് വശം വിട്ടിട്ട് വേണം കൂട്ടി യോജിപ്പിക്കാൻ. അടിപ്പ് അടിച്ചു കഴിഞ്ഞു. നമുക്ക് പാവാട നിവർത്തിയെടുക്കാം. നമ്മുടെ പാവാട കഴിഞ്ഞു. ഇനി നമുക്ക് വള്ളി അടിച്ചെടുക്കാം. ഇതിൻ്റെ ഉള്ളിലിടേണ്ട വള്ളിയാണിത്. അത് അറ്റം വരെ നമുക്ക് വള്ളി അടിച്ചെടുക്കാം. 2 മടക്ക് ഉള്ളിലേക്ക്, എന്നിട്ട് ഇത് തിരിച്ചിങ്ങോട്ടേക്ക് മടക്കാം. ഇങ്ങനെയാണ് വള്ളി അടിക്കേണ്ടത്. ഇതുപോലെ നമുക്ക് അറ്റം വരെ അടിച്ചെടുക്കാം. അതുപോലെ വള്ളി തയ്ച്ച് നമ്മൾ ഉള്ളിൽ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ പട്ടുപാവാട കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് അവസാനിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത എൻ്റെ വീഡിയോ ഫുൾ സ്ലീവ് ചുരിദാറാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.